ആദ്യം ശ്രീ നൌഷാദ് അലി, ലീഗ് ഭയപ്പെടുത്തി കോൺഗ്രസ് വഴങ്ങി, സമ്മതിക്കുമോ? സ്മൃതിയുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്ലീഷകൾക്കപ്പുറത്ത് ചില ഗൗരവതരമായ രാഷ്ട്രീയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിങ്ങനെ ഓർത്തു പോവുകയാണ്, ഇവിടെ ഇങ്ങനെ ഇ.പി. ജയരാജൻ, എം.വി. ഗോവിന്ദൻ, അങ്ങനെ ഒരുപാട് CPM-ൻ്റെ നേതാക്കൾ, A.K. ബാലനൊക്കെ അടക്കമുള്ള ആളുകൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, മുസ്ലിം ലീഗ് 3 സീറ്റിന് അർഹതയുണ്ട്, 4 സീറ്റിന് അർഹതയുണ്ട്, അവർക്ക് 5 സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ട്, അവർ വലിയ വിശാല ജനാധിപത്യ മതേതര ബോധമുള്ള പാർട്ടിയാണ് എന്നൊക്കെ ശ്ലാഘിച്ചു പോരുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതേ മുസ്ലിം ലീഗിനെ കോൺഗ്രസ്, അല്ല, ഞാൻ CPM-ന്റെ കാര്യം പറയണം, നമ്മുടെ രാഷ്ട്രീയ എതിരാളിയായ പാർട്ടി എന്നുള്ളതൊക്കെ ശ്രീ നൌഷാദ് അലി, എനിക്ക് അറിയേണ്ടത് കോൺഗ്രസ് വഴങ്ങിയതല്ലേ എന്നുള്ളതാണ്. ലീഗ് ആവശ്യത്തിൽ ഉറച്ചു നിന്നു, അതല്ലെങ്കിൽ മറ്റെന്താണ് തരാൻ പോകുന്നതെന്ന ചോദ്യം ഉയർന്നു. അതിനുശേഷം രാജ്യസഭാ സീറ്റ് എന്ന ഒത്തുതീർപ്പിലേക്ക് കോൺഗ്രസിന് ഇറങ്ങി വരേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കും? സ്മൃതി, ഞാനൊരു കാരണവശാലും സമ്മതിക്കുകയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു എക്സ്ക്ലൂസീവ് തിരയുമ്പോൾ ഒന്നുകിൽ കോൺഗ്രസ് ലീഗിന് വഴങ്ങി, അല്ലെങ്കിൽ ലീഗ് കോൺഗ്രസിന് കീഴടക്കി, ഇങ്ങനെ ഇത്തരത്തിൽ വഴങ്ങലും കീഴടക്കലും അല്ല ഞങ്ങൾ തമ്മിലുള്ള മുന്നണി രാഷ്ട്രീയ ബന്ധം. കാരണം മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സ്ഥായിയായ ഒരു രാഷ്ട്രീയ ബന്ധം തുടങ്ങിയത് 1969 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ വീണ അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരുമിച്ച ആ സമയം തൊട്ടാണ്. അതിനുശേഷം ഇന്നേ വരെ ഒരു തരത്തിലുള്ള പഠനപ്പിണക്കങ്ങളും ഇല്ലാതെ വളരെ സുസ്ഥിരമായിട്ട് ആ ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെയുള്ള അപൂർവമായൊരു ചേരുവയാണത്. അത് 70കളിലും 80കളിലും ഒക്കെ കോൺഗ്രസിൻ്റെ സുവർണ ദശകളിൽ, 90കളിലും 2000-ൻ്റെ ആദ്യ ദശകത്തിലൊക്കെ കോൺഗ്രസ് ശക്തമായൊരു ഘട്ടത്തിലൊക്കെ നിലനിന്ന് പോകുന്നൊരു ബന്ധം ഇന്ന് കോൺഗ്രസും രാജ്യവും പ്രതിസന്ധിയിലാവുമ്പോൾ അത് ഉലയും എന്നൊക്കെ പറയുമ്പോൾ അത് ലീഗിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാട് തറയെക്കുറിച്ചുമൊക്കെ കൃത്യമായ ബോധ്യമില്ലാത്തവർ ചമച്ചു വിടുന്നതാണ്. ഞങ്ങൾ തമ്മിൽ പാരസ്പര്യം, വിട്ടുകൊടുക്കൽ, വിട്ടുവീഴ്ചകൾ, പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ട്. ചർച്ച നടത്തുന്നത് ശ്രീ നൌഷാദ് അലിക്ക് വളരെ വ്യക്തമായി അറിയാമല്ലോ. ഞങ്ങളുടെ ആവശ്യം ന്യായമാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നു, ഒരു മാറ്റവുമില്ല എന്ന PK കുഞ്ഞാലിക്കുട്ടിയും ET അടക്കമുള്ള നേതാക്കൾ ET എന്ന യോഗത്തിലേക്ക് കയറി മുമ്പ് പോലും പറഞ്ഞതാണ്. അത് താങ്കൾക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെയാണ് എന്നതിൽ നിന്നും, എത്രത്തോളം സൗഹാർദ്ദപരമായിട്ടാണ് നേരത്തെ കാര്യങ്ങൾ നിന്നിരുന്നത് എന്നതിൽ നിന്നും ഒന്ന് സൗഹാർദ്ദപരമാക്കാൻ ആര് കൂടുതൽ പങ്കെടുത്തു എന്ന കാര്യത്തിലേക്ക് വന്നാൽ മതിയാകുമെന്ന് തോന്നുന്നു. K. സുധാകരൻ പാർട്ടി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് പങ്കെടുക്കുന്നു, VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പങ്കെടുക്കുന്നു, അതോടൊപ്പം ഹസൻ കൺവീനർ എന്ന നിലയ്ക്ക് പങ്കെടുക്കുന്നു. പിന്നെ പങ്കെടുക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല എന്തുകൊണ്ടാണ് പങ്കെടുക്കുന്നത്? രമേശ് ചെന്നിത്തലയ്ക്ക് കുറച്ചുകൂടി ലീഗുമായി സൗഹൃദമുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യമാകുന്നു എന്നുള്ളതുകൊണ്ടല്ലേ ചെന്നിത്തല കൂടി ആ യോഗത്തിൽ പങ്കെടുത്തത്. താങ്കൾ എത്രയൊക്കെ നിഷേധിച്ചാലും ഒരു പ്രശ്നമുണ്ടായിരുന്നു, അത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കിയത് ലീഗ് നേതാക്കൾ തന്നെയാണ് പരസ്യമായ പ്രതികരണത്തിലൂടെ. അപ്പോൾ അത് എങ്ങനെ പരിഹരിച്ചു എന്ന ചോദ്യത്തിന് കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയ മറുപടി പ്രതീക്ഷിക്കുന്നു ശ്രീ നൌഷാദ് അലി. അല്ലേ സ്മൃതി, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിനകത്ത് വളരെ ബാലിശമായ ഒരു വാചകമുണ്ട്. കാരണം രമേശ് ചെന്നിത്തല പങ്കെടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, രമേശ് ചെന്നിത്തല കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യധാരയിലെ ഏറ്റവും സുപ്രധാന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്. ഇന്ന് രാജ്യത്ത് ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങളിലും ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ആളാണ്. അദ്ദേഹം പങ്കെടുത്തതിന് ഇത്തരത്തിലുള്ളൊരു ന്യായീകരണമൊക്കെ ചമക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് പോലും ദഹിക്കുകയില്ല. അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ ഒരു ബലം തന്നെ നിങ്ങളുടെ ആ പ്രസ്താവത്തിലൂടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം, ഈ ചർച്ച കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗിൻ്റെ സുപ്രീം കമാൻഡറായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇറങ്ങി വന്നിട്ട് തൃപ്തികരമായിരുന്നു, പോസിറ്റീവായിട്ട് പര്യവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും അതിനകത്ത് പിന്നെ ഒരു ദോഷൈക ദൃക്കിനെ പോലെ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തിരയേണ്ട കാര്യമില്ല. ഇവിടെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പോസിറ്റീവായിട്ട് പര്യവസാനിച്ചു. 27-ാം തീയതിക്ക് ശേഷം തങ്ങൾ വന്നതിന് ശേഷം ചില മുസ്ലിം ലീഗിൻ്റെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഞങ്ങളും അത്തരത്തിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. KPC പ്രസിഡന്റും ആനുപാതികമായിട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഈ വിഷയം പര്യവസാനിച്ചു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധ, തിരഞ്ഞെടുപ്പോ, തർക്കം അവശേഷിക്കുന്നുണ്ടോ എന്ന് ടോർച്ചടിച്ചിട്ടൊന്നും കാര്യമില്ല.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.